നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മത്സര പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചോദ്യോത്തരങ്ങൾ പാർട്ട് 13. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. കേരള തീരത്ത് ധാതുമണൽ വേർതിരിക്കുന്ന ഫാക്ടറി ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ ഹരിദ്വാർ, കേദാർനാഥ് മുതലായവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തോലക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആർക്കിമിഡീസ്. മിഷണറീസ് ഓഫ് ചാരിറ്റി ആരംഭിച്ചത് മദർ തെരേസ. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസം പ്രകാശ പ്രകീർണനം. താജ്മഹൽ എവിടെയാണ്? ആഗ്രയിൽ. സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഒരു ഷഡ്പദം തേനീച്ച. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട്. ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകം ഗിന്നസ് ബുക്ക്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസ്. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ്. ഫ്യൂസ് വയർ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കരമാണ്? ടിന്നും ലെഡും. അലക്കുകാരത്തിൻ്റെ രാസനാമം സോഡിയം കാർബണേറ്റ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. ഒരു ടോർച്ച് സെല്ലിൻ്റെ വോൾട്ടത 1.5. അപൂർണ രൂപാന്തരണത്തിൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ജീവിക്ക് പറയുന്ന പേരെന്ത്? ലാർവ. തന്മാത്രയും ആറ്റവും ഒന്ന് തന്നെയായ ഒരു മൂലകം സിൽവർ. പാലിൻ്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ. പന്നിയൂർ എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? കുരുമുളക്. രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പ്ലാറ്റ്ലെറ്റുകൾ. വാഹനങ്ങളിലെ റിയർ വ്യൂ മിറർ കോൺവെക്സ് ദർപ്പണം. തരുണാസ്ഥി നിർമ്മിതമായ ഒരു അവയവം മൂക്ക്. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം D. ഏകലിംഗ സസ്യത്തിന് ഉദാഹരണം ജാതി. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. നാഷണൽ ഹൈവേകളുടെ സംരക്ഷണ ചുമതല നിർവഹിക്കുന്നത് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഏത് നേതാവിൻ്റേതാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സാരനാഥ്. ദാസ് ക്യാപിറ്റലിൻ്റെ രചയിതാവ് ആര്? കാറൽ മാർക്സ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി നർമ്മദ. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം വേമ്പനാട്ടുകായൽ. ക്ഷേത്രപ്രവേശന വിളംബരം പ്രസിദ്ധപ്പെടുത്തിയതാര്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എഴുത്തച്ഛൻ. ശകവർഷം ആരംഭിച്ചത് കനിഷ്കൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിക്കപ്പെടുന്ന രാജാവ് സമുദ്രഗുപ്തൻ. മയൂര സിംഹാസനം നിർമ്മിച്ചതാര്? ഷാജഹാൻ. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. പരിഷ്കാരത്തിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്കാരം ഏത്? മെസപ്പൊട്ടോമിയൻ സംസ്കാരം. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചതാര്? ബാലഗംഗാധര തിലക്. പഞ്ചശീല തത്വങ്ങൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സമീപമുള്ള ചെറിയ രാജ്യം ഭൂട്ടാൻ. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകം മീഥൈൽ ഐസോസയനേറ്റ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം K. ഏതിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? ദൂരം. ടെലിവിഷൻ കണ്ടുപിടിച്ചതാര്? ജോൺ ബെയേർഡ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ക്ലോറോ ഫ്ലൂറോ കാർബൺ. ചെടികളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ.
കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഒഫ്താൽമോളജി. ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ. ഏവർക്കും സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. ഭൂഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ന്യൂട്ടൺ. എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം കാൽസ്യം. ഏത് അവയവം പ്രവർത്തനരഹിതമാകുമ്പോഴാണ് ഡയാലിസിസ് ആവശ്യമാകുന്നത്? വൃക്കകൾ. ഏത് വിറ്റാമിൻ്റെ അഭാവം കൊണ്ടാണ് നിശാന്തത ഉണ്ടാകുന്നത്? വിറ്റാമിൻ എ. ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന വ്യവസായ മേഖല തുണി വ്യവസായം. റിച്ചർ സ്കെയിൽ ഉപയോഗിക്കുന്നത് എന്ത് രേഖപ്പെടുത്താനാണ്? ഭൂകമ്പത്തിൻ്റെ തീവ്രത. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പാർക്കുന്ന നഗരം ടോക്കിയോ. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെ? നേപ്പാളിൽ. ഇന്നത്തെ കഥകളിയുടെ ആദ്യകാല പേര് രാമനാട്ടം. മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കി MD വാസുദേവൻ നായർ രചിച്ച നോവൽ രണ്ടാം ഊഴം. സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന ഉദ്ധരണി ഏത് കവിയുടേതാണ്? മഹാകവി കുമാരനാശാൻ. ലോക പ്രശസ്തി നേടിയ കേരളീയ ചിത്രകാരൻ രാജാ രവിവർമ്മ. ഏത് കളിക്കാണ് ഡേവിഡ് കപ്പ് നൽകാറുള്ളത്? ലോൺ ടെന്നീസ്. ഇന്ത്യയുടെ ഉദ്യാനം എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ബാംഗ്ലൂർ. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരതരത്നം. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന പട്ടണം ആലപ്പുഴ. മൂന്നാം ലോകരാജ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നത് വികസ്വര രാജ്യങ്ങൾ. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ്. ഹാനിമാൻ ഏത് ശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോമിയോപ്പതി. ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്നത് ഒക്ടോബർ 1945. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണൻ. വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തുമ്പ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടത്തിയ വർഷം 1956. അശോക ചക്രത്തിൽ എത്ര അരക്കാലുകൾ ഉണ്ട്? 24. ബ്രോഡ് ഗേജ് റെയിൽപാതയുടെ പാളങ്ങൾ തമ്മിലുള്ള അകലം 1.67 മീറ്റർ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1942. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ്. അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനം കാബൂൾ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസ്. സാഹിത്യത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ് ടാഗോർ. രാഷ്ട്രത്തലവന്മാരെ വിചാരണ ചെയ്യുന്ന നടപടിക്രമത്തിന് പറയുന്ന പേര് ഇംപീച്ച്മെൻറ്റ്. ഇന്ത്യയിലെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതി. പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലമായ രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതി. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതി. പാർലമെൻറ്റുകളുടെ മാതാവ് എന്ന പേരിൽ പ്രസിദ്ധമായത് ബ്രിട്ടീഷ് പാർലമെൻറ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഊർജ ഉൽപ്പാദനം നടക്കുന്ന മേഖല ജലവൈദ്യുതി. ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. വാസ്കോ ഡ ഗാമ കാപ്പാട് വന്നിറങ്ങിയ വർഷം 1498. 1876 ഇന്ത്യൻ അസോസിയേഷൻ രൂപവൽക്കരിച്ച മഹാനായ ദേശീയ നേതാവ് സുരേന്ദ്രനാഥ് ബാനർജി. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണർ. ഹരിത വിപ്ലവം ആരംഭിച്ച വർഷം 1968. ഭീമൻ ഉരഗവർഗമായ ഡൈനോസർ ഉടലെടുത്ത കാലഘട്ടം ട്രയാസിസ്. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ലെപ്റ്റോസ്പൈറ. ഇന്ത്യയിൽ കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത് ആരാണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.